ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊല്ലം ടു ബാംഗ്ലൂർ സോളോ ബൈക്ക് റൈഡാണ്. അപ്പം ഞാൻ നിരവധി തവണ കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് വണ്ടി ഓടിച്ച് മാരുതി 800 പോയിട്ടുണ്ട്. 2 വട്ടം മാരുതി 800 പോയി, പിന്നെ ഒരു വട്ടം R15 V3 പോയി. അത് ഭയങ്കര വേദനയായിരുന്നു. ഒരിക്കൽ പോയിട്ടുള്ളൂ R15. അത് ഷോൾഡറിനൊക്കെ ഭയങ്കര പെയിനായിരുന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് FC-യിലാണ്, 2019 മോഡൽ FC. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഈ ഒരു വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഇത് ക്ലച്ചാണ്. ഈ ക്ലച്ച് പോലെ തന്നെ ബ്രേക്കും ആയി. അതിൻ്റെ ഇപ്പം ഞാൻ 2 തവണ ഷോറൂമിൽ കയറ്റി. അത് ആദ്യം പറഞ്ഞത് MC കിറ്റ് പോയതാണെന്നാണ്. പിന്നെ MC കിറ്റ് മാറ്റിയിട്ടും ശരിയായില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ABS-ൻ്റെ സെൻസറിൻ്റെ കംപ്ലൈൻറ്റാന്ന് പറഞ്ഞു. പക്ഷേ ABS സെൻസറിൻ്റെ മോട്ടർ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ തന്നെ വണ്ടിയിലങ്ങ് പോകാമെന്ന് വെച്ചു. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാണാമല്ലോ, നല്ല മഴക്കാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് ബാഗിൻ്റെ റെയിൻ കവർ എടുക്കാൻ മറന്നുപോയി. അപ്പം പൊതുവേ ഞാൻ ഇവിടെ വെച്ച് കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ തവണ ബാഗിൻ്റെ കവർ എടുക്കാത്തത് കൊണ്ട് തൽക്കാലം കെട്ടുന്നില്ല. എറണാകുളം വരെ ബാഗ് ഷോൾഡർ ഇട്ട് പോവാം. അവിടുന്ന് പിന്നീട് അവിടുന്ന് ഡെക്കാത്ലോണിൽ നിന്ന് കവർ വാങ്ങിച്ച ശേഷം നമുക്ക് വണ്ടി അവിടെ വെച്ച് കെട്ടി പിന്നെ ഇത്തിരി കംഫോർട്ടായിരിക്കും പോകാനായിട്ട്, അവിടെ ബാഗ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ. അപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. ശരി ചായ, എന്നാൽ പോയിട്ട് വരാം. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇപ്പം നല്ലൊരു വെയിലെ പോലെയായി. പക്ഷേ മേലോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഈ വെയിൽ ഒരുപാട് നേരം നിൽക്കില്ല, മാറി മാറി വരുന്നുണ്ട്. മഴ പൊടിക്കും പിന്നെ വെയിലാവും. ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് ഇപ്പം. എന്തായാലും എറണാകുളം വരെ മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ അനുഗ്രഹമായി. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഹൈവേയിലോട്ട് കയറുന്നത് ഇവിടെ വെച്ചാണ്, വേട്ടുതറ. വർഷങ്ങൾക്ക് ശേഷം ഇത് 4 വഴിപ്പാതയാവുമെന്നാണ് പറയുന്നത്, എക്സ്പ്രസ് വേ പോലെ. ഓക്കെ, നമ്മളിപ്പോൾ ഹൈവേ കയറി. ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണ ഇടണം. ഇപ്പം എണ്ണ അടിച്ചിട്ട് യാത്ര തുടരാം. ഫുൾ ടാങ്ക്. ലിറ്ററാണ് ഫുൾ ടാങ്ക് ആയത്. മതി ചേട്ടാ. ചേട്ടാ വയർലെസ് ആണ്. ആയിക്കോളൂ, ഓട്ടോമാറ്റിക് ആയിക്കോളൂ. ഓക്കെ, വേണ്ട. താങ്ക്സ് ചേട്ടാ, പോട്ടെ. ടാങ്ക് ആയിട്ടുണ്ട്. ഇനി 2 സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങോട്ട് 5 കിലോമീറ്റർ, കറക്റ്റ് 5 കിലോമീറ്ററാണ്. ഞാൻ എപ്പോൾ ലോങ് പോയാലും മൈലേജ് ടെസ്റ്റ് എടുത്താറുണ്ട്. ഇപ്പം ട്രിപ്പ് 1, ട്രിപ്പ് 2, ഇത് ടോട്ടൽ കിലോമീറ്റർ അറിയാനായിട്ട്, മറ്റേത് മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ 2 സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഞാൻ വണ്ടി നിർത്തും. എറണാകുളത്ത് ഡെക്കാത്ലോണിലെ വണ്ടി നിർത്തും. അപ്പം യാത്ര തുടരാം.
സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മിക്കവാറും ക്യൂവിൽ നിൽക്കേണ്ടി വരും. ക്യൂവിൽ നിന്ന് മിക്കവാറും സാധനം എടുക്കാൻ പറ്റും. ചേട്ടാ റെയിൻകോട്ട് സെക്ഷൻ എവിടെയാ? ഏറ്റവും ഇവിടെ ലെഫ്റ്റിലായിട്ടും ഉണ്ട്. റെയിൻകോട്ട് സെക്ഷനിൽ നിന്ന് വേണം ആ ഒരു റെയിൻ കവറും ബാക്ക് കവറും പിന്നെ ഒരു മൊബൈൽ ഫോൺ കവറും വാങ്ങാൻ. ഇപ്പം ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങി ഈ ഒരു കവറാണ് വാങ്ങിയത്. ഈ ഒരു കവറും വാങ്ങി ഇപ്പം ഇറങ്ങി അങ്ങോട്ട് നടക്കുക. രാവിലെ 9:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു 12:10 എത്തി. ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ 12:30 ആവുന്നു. ഈ 15 മിനിറ്റോളം അകത്ത് സ്പെൻഡ് ചെയ്തു. ഞാൻ ഈ കവറ് കൂടാതെ ഒരു വാട്ടർ പ്രൂഫ് മൊബൈൽ ഹോൾഡറും നോക്കി, പക്ഷെ അത് അവൈലബിൾ അല്ല ഔട്ട് സ്റ്റോക്ക്. അതിൻ്റെയും കുഴപ്പമില്ല. ബാഗിനെ എപ്പം കെട്ടി വെച്ചിട്ട് യാത്ര തുടരാം. ബാഗ് ഇവിടെ ഇനിയിപ്പോൾ മഴ പെയ്താലും ടെൻഷനില്ല, കാരണം ഈ ഒരു കവർ ഉണ്ടായതുകൊണ്ട് ഈ ബാഗ് സേഫ് ആയിരിക്കും. പിന്നെ എനിക്ക് റെയിൻകോട്ട് കൂടി ഞാൻ റെയിൻകോട്ട് ഇട്ട് കഴിയുമ്പോൾ നനയില്ല. ബാഗ് ഇതിൽ ടൈ ചെയ്ത് വെക്കുന്നൊരു റോപ്പാണിത്. ഇപ്പം തൽക്കാലം ഞാൻ റെയിൻകോട്ട് ഇടുന്നില്ല, കാരണം മഴ അത്ര ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് മഴ പെയ്യുവാണെങ്കിൽ നിർത്തിയതിന് ശേഷം എടുത്ത് ഇടാവുന്നതല്ലേ. സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കംഫോർട്ടായിരിക്കും. ഇവിടെ വരുന്ന വരെ ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തില്ല. ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ട പോലെ. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം ബാഗ് ഇപ്പോൾ സേഫായി. മഴ പെയ്താലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ സ്ഥലം ഇത് തന്നെയായിരിക്കും മോസ്റ്റ്ലി നല്ലൊരു ശതമാനം ആൾക്കാരും യൂസ് ചെയ്യുന്നത്. ഇത് ടൈ റോപ്പാണ്. ഈ FC-V3ക്ക് ഇങ്ങനെ ഒരു ഹുക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ടൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് എടുത്ത് ക്ലിപ്പിട്ട് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി 2 ഇടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല കട്ടർ വീണാൽ പോലും വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. ഓക്കെ, അപ്പം എല്ലാം ഓക്കെയാണ്. നമുക്ക് യാത്ര തുടരാം.
ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ട് സൈക്ലിങ്ങിനും ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും. പിന്നെ ഒരു ടെൻറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു 8 മാസം മുമ്പ്. അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അവിടെ ബാംഗ്ലൂർ. ഇനി വരും ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ഉപയോഗിക്കും. ചെറിയൊരു ചാറ്റൽ മഴ പോലെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ റെയിൻകോട്ട് ഇടാമെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാനായിട്ട് കയറണം. അത് കഴിഞ്ഞ് റെയിൻകോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് റെയിൻകോട്ട് ഇടാഞ്ഞത്. അത് മണ്ടത്തിലാവുമെന്ന് അറിയില്ല. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇട്ടാത്ത ഒരു കാര്യമില്ല. ഇപ്പോൾ സമയം 12:35 12:35 3 മണിക്കൂർ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറോളമായി. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഒരു ആരവീസ് ഫാസ്റ്റ് ഫുഡ്, എറണാകുളത്താണത്. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാൻ ആയിട്ട് പോവുക. ഇപ്പോൾ സമയം 1:21 ഒരു 1 മണിയൊക്കെ ഇവിടെ എത്തിയതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പം തിരിച്ച് യാത്ര തിരിക്കാൻ പോകും. ഇനിയിപ്പോൾ ഞാൻ പാലക്കാട് അല്ലെങ്കിൽ വാളയാർ ആ ഒരു ഇവിടെ നിർത്താനാണ് പ്ലാൻ. അതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യമൊന്നും നിർത്തില്ലെങ്കിൽ അവിടെ അടുത്ത് ഒരു ചായ കുടിക്കാനായിരുന്നു. എന്തായാലും ഇപ്പം യാത്ര തുടരാം. ഇപ്പം എറണാകുളം ഇറങ്ങുകയാണ്. ഇപ്പോൾ കറക്റ്റ് സമയം 1:23 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാലക്കാട് എത്തുമെന്നാണൊരു പ്രതീക്ഷ. ചിലപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കുക.
വെള്ളം മഴ പെയ്ത് നനഞ്ഞ് വെള്ളം. ഇപ്പോൾ സമയം കറക്റ്റ് 4:10. അവിടുന്ന് 1:23 ഇറങ്ങിയതാണ് എറണാകുളം മുറ്റത്തുനിന്ന്. ഇപ്പം കോയമ്പത്തൂർ കഴിഞ്ഞ് കോയമ്പത്തൂർ ബൈപ്പാസ് കയറി കോയമ്പത്തൂർ ബൈപ്പാസ് അവസാനിക്കാറായി. 4:10 ഇവിടെ എത്തി. ഞാൻ വിചാരിച്ചു 4 മണിയൊക്കെ ആകുമ്പോൾ പാലക്കാട് കഴിയത്തുള്ളൂ. പക്ഷേ ഇപ്പം കോയമ്പത്തൂരെത്തി ഒരു കോഫി കുടിക്കുക. ഈ കോഫി കുടിച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 4 വഴിപ്പാതയാണ്. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. നമ്മുടെ തൃശ്ശൂർ തൊട്ട് 4 വഴിപ്പാതയായിരുന്നു, എന്നാലും അവിടെ ട്രാഫിക് ഇത്തിരി കൂടുതലാണ്. ഈ റൂട്ട് ട്രാഫിക് പൊതുവെ കുറവാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഞാൻ കോഫിയൊക്കെ കുടിച്ച് ഇറങ്ങാനായിട്ട് നിൽക്കുക. ഒരു കാര്യം കാണിച്ചുതരാം. ഇത് കണ്ടോ, MTS. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി MTS. ഓപ്പോസിറ്റും അത് തന്നെ ഞാനിപ്പോൾ കുടിച്ചത്. സ്ഥിരം ഞാൻ ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും 2 ആ റൂട്ടിലുണ്ട്. ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. കോയമ്പത്തൂർ ബൈപ്പാസാണ്. ഇവിടെ ഇഷ്ടം പോലെ MTS ബേക്കേഴ്സ്. ഞാനിവിടെ സ്ഥിരം ഇവിടെ നിർത്തുന്നത്. ഞാൻ കഴിഞ്ഞ തവണ കാറിൽ മാരുതി ഏറ്റുമടി വന്നപ്പോഴും ഇവിടെ തന്നെ നിർത്തി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം സൈഡിലായിട്ട് ചെറുതായിട്ട്. ആ വണ്ടി ഇവിടെ നൈറ്റ് കോഫി കുടിക്കുന്നത്. ഇനിയിപ്പം കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് മിക്കവാറും സേലം എത്തുന്നതിന് മുമ്പായിരിക്കും നിർത്തുന്നത്. സേലം ബൈപ്പാസ് അവസാനിക്കുമ്പോഴത്തേക്ക്. അല്ലെങ്കിൽ കൃഷ്ണഗിരി അല്ല, സോറി, തൊപ്പൂർ ഭാഗത്തൊക്കെയാണ് നിർത്തുള്ളൂ. ഇവിടുന്ന് ഏകദേശം 200 കിലോമീറ്ററുണ്ട്. ഇനി ബാംഗ്ലൂരിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ സമയം 4:15. കറക്റ്റ് 4:15 കോയമ്പത്തൂർ ഇപ്പോൾ കഴിയാറായി. കോയമ്പത്തൂർ ബൈപ്പാസ് ഇത്. ഈ MTS ബേക്കേഴ്സിൻ്റെ ഇവിടെ ഒരു മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ടോയ്ലറ്റ് സംവിധാനമുണ്ട്. അപ്പം വരുന്നവർക്ക് റെസ്റ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിൻ്റെ ഒരു ടോയ്ലറ്റാണ്. അത്യാവശ്യം ക്ലീനായിട്ടുള്ള ടോയ്ലറ്റൊക്കെ തന്നെയാണ്. അപ്പം തിരിച്ച് വീണ്ടും റോഡിലേക്ക്. ഇതാണ് ടെക്സ് വാലി പ്രൈസ്ലെസ് മാർക്കറ്റ് പ്ലേസ്. ടെക്സ് വാലി അതിൻ്റെ ഇത്രയും ബ്രാൻഡുകളുടെ ഷർട്ട്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഫേമസ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ മാർട്ടാണിത്. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടെല്ലാം നല്ല വില കുറഞ്ഞ് കിട്ടും. നമ്മുടെ ഒരു മാള് പോലെയാണ്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ടൈമില്ല, അതുകൊണ്ട് അകത്തോട്ട് കയറാട്ടെ. ഞാൻ ഇവിടെ നിരവധി വട്ടം വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇഷ്ടം പോലെ ഈ കാണുന്നതൊക്കെ ഇല്ലേ, ഇതൊക്കെ അതിനകത്തുള്ള ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ പേര് ആ കാണുന്ന ഇത്രയും. അപ്പോൾ അതാണ് അകത്തോട്ടൊന്നുണ്ട്, അകത്തോട്ട് കയറാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പം സമയം 5:18. ഞാൻ ഇതുവരെ വണ്ടിക്ക് നിർത്തിയൊന്നുമില്ല, ഡയറക്റ്റ് വിട്ട് വന്നതാണ്. പെട്രോൾ ഫുൾ. போதும் 11 ലിറ്റർ 16. ഇപ്പം രണ്ടാമത് അടിച്ചപ്പോൾ 11.16 ആണ് ഞാൻ അടിച്ചത്. 11.16 ആകുമ്പം
ഇപ്പം മൊത്തം ഓടിയത് 435 വെച്ച് 11 വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം 39 ലിറ്ററോളമാണ് ഇപ്പോൾ മൈലേജ്. ഞാൻ കറക്റ്റ് റൂമിൽ ചെന്നിട്ട് എത്രയാണെന്ന് പറയാം. അപ്പോൾ അത് 08. ഓക്കെ, ഇപ്പം രണ്ടാമത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുവാണ്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്, കാണാൻ ഭയങ്കര ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഇരുട്ടുകൂടി ആയതുകൊണ്ട്. എന്തായിരുന്നാലും നേരിട്ട് കാണാൻ നല്ലൊരു വൈബുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. മിക്കവാറും ബൈക്കാതെ തന്നെ ഞാൻ കോട്ട് പിടിക്കാൻ നിർത്തും, കാരണം അത്ര നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഇപ്പോൾ സമയം 7:20 ഇപ്പം തൊപ്പൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 179 കിലോമീറ്ററാണ് ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് മൊത്തം 200 അടുപ്പിച്ച് കൊണ്ടിനി, കാരണം എനിക്ക് ബാംഗ്ലൂരിൽ 40 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് അവിടെ കാണുന്ന തൊപ്പൂർ ബോർഡില്ലേ, അവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോഴാണ് ഈ തൊപ്പൂർ ദർഗ വരുന്നത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. പല സ്ഥലത്തുനിന്നും ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ അങ്ങോട്ട് പ്രതിനോറ്റ് വരാറുണ്ട്. ഞാനും 3 വട്ടം അവിടെ വന്നിട്ടുണ്ട് ദർഗയിൽ. ഇവിടുന്നാണ് തിരിഞ്ഞു പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്നും കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് തിരിയുള്ള ഒരു വഴിയുണ്ട്. ഇപ്പോൾ തൊപ്പൂരിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്തത് മിക്കവാറും ഹൊസൂർ ചിലപ്പം നിർത്തും, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബാംഗ്ലൂർ വരെ പോവുക. കാരണം ഇനി ഇവിടുന്ന് 200 താഴെ 199 ഏകദേശം അത്രയും കിലോമീറ്ററേ കാണത്തുള്ളൂ. അതിപ്പം ഡയറക്റ്റ് വിട്ടു പോകാന്നേ ഉള്ളൂ. ഞാനിപ്പം 128 കിലോമീറ്ററോ മറ്റോ അല്ല 178 കിലോമീറ്റർ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. എന്നിട്ടാണ് തൊപ്പൂർ എത്തിയത്. ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ നിർത്തിയല്ലാതെ മറ്റൊന്നും നിർത്തിയൊന്നുമില്ല. ലാസ്റ്റ് നിർത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂരാണ്. അത് കഴിഞ്ഞ് പെട്രോൾ അടിക്കാൻ നിർത്തി. വേറെ ഒന്നും നിർത്തിയിട്ടില്ല. അപ്പം ഇനിയിപ്പം ഡയറക്റ്റ് ഒന്ന് ഹൊസൂർ നിർത്തും, അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ബാംഗ്ലൂർക്ക് വിടും. ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. ആ പോകുന്ന അവരില്ലേ, ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഇവിടെ റോഡിൻ്റെ നടുക്ക് വെച്ച്. ഇവിടെ നല്ല സ്പീഡിനാണ് വണ്ടികൾ പോകുന്നത്. ദൈവം സഹായിച്ചു, പുറകെ വന്നൊരു നല്ലൊരു വണ്ടിയാണ്, BMW. അത്യാവശ്യം ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്ന വണ്ടിയത്. അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ദേഹത്തൂടി കയറി ഇറങ്ങുന്ന സാഹചര്യമായിപ്പോയിരുന്നു. ഞാൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കി. പക്ഷെ അവർ ഇപ്പം വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചു, അവർക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്നാണ് പറയുന്നത്. മൂക്കിനൊക്കെ പഴുക്കുണ്ട്, എനിക്കെന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞു അവരോട്. ഇപ്പം ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട്, ഇവിടെ ചെളിയുണ്ട്, ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ടങ്ങ് അണ്ണാ ഞാൻ പോട്ട് വാ, അണ്ണാ ഞാൻ പോട്ട് വാ. 2 വട്ടം ചോദിച്ചു ഹെൽപ്പ് എല്ലാം വേണമെന്ന്. ഞാൻ ആക്സിഡൻറ്റ് വണ്ടിയുടെ ഒന്നും വീഡിയോ എടുത്തില്ല. ഈ ഹെഡിനൊക്കെ ഈ മൂക്കിനാണ് പുള്ളിയുടെ പഴുക്കുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് ഞാനവരോട് ആവുന്ന പറഞ്ഞു നോക്കി, എനിക്കറിയാവുന്ന തമിഴൊക്കെ വെച്ച് പറഞ്ഞു നോക്കി. എന്നിട്ടും അവർ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാതെ പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് ആൾക്കാർ പക്ഷെ മൂക്കിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ട്. ഒന്നും വരാതിരിക്കും. ഇത് ഹൊസൂർ ടോൾ പ്ലാസയാണ്. ഇപ്പം തമിഴ്നാട് കർണാടക ബോർഡറാണ് ഈ ഹൊസൂർ ടോൾ പ്ലാസ. ഇത് കഴിയുന്ന ഉടനെ അപ്പുറത്ത് തമിഴ്നാടും ഇപ്പുറത്ത് കർണാടകയാണ്. ബാംഗ്ലൂരിലോട്ട് വരുമ്പോൾ ടോളുള്ള ബൈക്കിന് ടോളുള്ള ഒരു ടോൾ പ്ലാസ. ഇവിടെ ബൈക്കിന് ടോളുണ്ട്, അത് 80 രൂപയാണ് ടോള്.
അങ്ങനെ നല്ലൊരു ദൂരയാത്രയ്ക്ക് ശേഷം ബാംഗ്ലൂരിലെത്തി. ഇപ്പോൾ സമയം 11:15 ആക്ച്വലി 11 മണിക്കാണ് എത്തിയതാണ്. ഈ കൈ കിടക്കുന്ന കവർ കണ്ടില്ല, ഈ കവർ വാങ്ങാനായിട്ട് ഫുഡും വെള്ളവും ഒക്കെയാണ്. അത് വാങ്ങാൻ 15 മിനിറ്റോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. Happiness is reaching home. അപ്പം ഈ ഒരു യാത്രയുടെ ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുന്നത് 714 കിലോമീറ്റർ, 13.5 മണിക്കൂറുണ്ട്. രാവിലെ 9 മണിക്ക് ഇറങ്ങി ഇവിടെ 9:30 ഇറങ്ങി ഇവിടെ 11 മണിയായപ്പോൾ എത്തി. ഫൈനലി റീച്ച്ഡ്. അപ്പോൾ അങ്ങനെ റൂമിലെത്തി. എത്തിയ പാടെ ഞാൻ കയറി കുളിച്ചു. കാരണം നല്ല മഴയൊക്കെ നനഞ്ഞ് ആകെ വല്ലാത്തൊരു ഇതിലാണ് എത്തിയത്. അപ്പോൾ റൂമിലെത്തിയ പാടെ കുളിച്ചൊന്ന് റെഡിയായി ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ.